ആകാശമണ്ഡലത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്തുതിക്കുവിൻ. നക്ഷത്രങ്ങളെ കർത്താവേ പുകഴ്ത്തുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുത്തെ ഒറ്റവാക്കാൽ അവരെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ഫലവൃക്ഷങ്ങളെ ദേവദാരുക്കളെ കർത്താവിനെ സ്തുതിക്കുവിൻ. യുവാക്കളെ കന്യകമാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. വൃദ്ധരെ ശിശുക്കളെ കർത്താവിന്റെ നാമം പ്രകീർത്തിക്കുവിൻ. ആകാശമണ്ഡലത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സുന്ദരവദനം കാണില്ല. സുതരുടെ മരണം ദുസ്സഹവിരതം ജനകരിലെന്നും തോരാമിഴിനീർത്തിടുമുലകിൽ തീരാ ദുഃഖം. ദൈവം തന്നു ദൈവം തന്നെ തിരിച്ചു പരമാരാധ്യം തിരുമനസ്സുലകിൽ വാഴ്ത്തുക നമ്മൾ. കല്ലുകളിൽ നിന്നപരാഹത്തിൻ ആത്മജനിരയെ വിരമൊഴിയത്തായി സർവാധിപനാ ഈശ്വരൻ കഴിയും. വിമിജ്വലങ്ങൾ വീടുകൊഴിഞ്ഞു ോമനസുഖം ശാശ്വതമലരായ അമ്പലവനിയിൽ പകയുടെ വിരിയും. കുട്ടികളുടെ മേൽ കൈവച്ച് അനുഗ്രഹിക്കുവാൻ വേണ്ടി അവരെ ജനങ്ങൾ അവിടുത്തെ മക്കളിൽ കൊണ്ടിരുന്നു. എല്ലാ ശിഷ്യന്മാർ ജനങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈശോ തന്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കുട്ടികൾ എന്റെ അടുക്കൽ വന്നു വരട്ടെ, നിങ്ങൾ അവരെ തടയേണ്ട. എന്നാൽ ഇങ്ങനെയുള്ളവരേതാണ് സ്വർഗ്ഗരാജ്യം. കുട്ടികളെ പോലെയുള്ളവർ മാത്രമേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനന്തരം അവിടുന്ന് ആ കുട്ടികളെ ആശ്ലേഷിക്കുകയും കൈനീട്ടി അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. സുഖകരമായ ഒരു കാര്യമാണ് ശിശു പ്രായത്തിൽ തന്നെ മരണമടഞ്ഞു എന്നുള്ളത് എല്ലാവരെയും വളരെയേറെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ അവിടെ പോയ അവസരത്തിൽ കൃത്യമായിട്ട് അജിത്തുവാനും ഇതിനെ കാണുവാനും ഇടയായത് ഓർക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇത് എന്ന കാര്യം ഓർക്കുക. നിഷ്കളങ്കയായ ഒരു കുഞ്ഞ് തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് കുടുംബത്തിന് എല്ലാവർക്കും വളരെയധികം വേദനയിൽ ഇപ്പോഴും ഉളവാക്കുന്നതാണ്. എങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കും. നിഷ്കളങ്കയായ യേശു ദൈവസന്നിധിയിലേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ളത്. സ്വർഗത്തിലേക്ക് സ്വന്തം ഭവനത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇങ്ങോട്ട് പിതാവായും കുഞ്ഞിനെ തിരിച്ചിരിക്കുകയാണ്. ദൈവം നൽകിയത് ദൈവം തന്നെയാണ്. ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമുക്ക് ദൈവം തന്ന ആ കുഞ്ഞിനെ ദൈവം തിരിച്ചു വിളിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകുമെങ്കിൽ തന്നെയും അത് ദൈവത്തിൻ്റെ അവകാശമാണ്.
ദൈവത്തിന് അധികാരമുണ്ട് എന്നുള്ള കാര്യവും വിശ്വാസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ അധികാരത്തെയും അവകാശത്തെയും ഒന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ പിന്നിലെ ആ നിഗൂഢത എന്ന് നമുക്കറിയാൻ പാടില്ല. ഒരു കാര്യം സത്യമാണ്, ദൈവം നമുക്ക് നന്മ വരുവാനാണ് ആഗ്രഹിക്കുന്നത്. എപ്പോഴും ദൈവം നന്മയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഇളപ്രായത്തിൽ തന്നെ ഈ ശിശുവിനെ തിരിച്ചു വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അതിന് പിന്നെ എന്തോ വലിയൊരു നന്മയുണ്ട്, ദൈവം ആഗ്രഹിക്കുന്നു. ആ ഒരു വലിയ നന്മ നമുക്ക് അത് നൽകുകയാണ് എന്ന് നമുക്ക് വിശ്വസിച്ച് തീർച്ചയായിട്ടും ആശ്വസിക്കാൻ സാധിക്കണം. നമ്മുടെ വിശ്വാസങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് തീർച്ചയായിട്ട് കടന്ന് എത്തിയിരിക്കുന്ന ആ യേശു സ്വർഗത്തിൽ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്നതായ നമുക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ഒക്കെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ മാർഗമായി തീരും. ആ കുഞ്ഞിലൂടെ ദൈവം അനുഗ്രഹങ്ങൾ വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കരുണയിലും സ്നേഹത്തിലും വിശ്വസിച്ചുകൊണ്ട് ഈ ദുഃഖത്തെ നേരിടുവാൻ ശ്രമിക്കുക. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കവിയുടെ പ്രകാശനെ വിളിക്കൂടെ എപ്പോഴും മുഖത്ത് കഴിക്കുന്ന വിളിച്ചു കാര്യങ്ങളെല്ലാം അത്രയുണ്ടായി. അച്ഛനെ പ്രത്യേകമായിട്ട് സമീപനാകാൻ സാധിക്കില്ല. നമുക്ക് അച്ഛൻ്റെ പേരിലും അറിയിക്കുകയാണ്. ഞാൻ പ്രത്യേകമായിട്ട് സ്വന്തം അറിയിക്കുകയാണ് കുടുംബാംഗങ്ങളോട്, പ്രിയപ്പെട്ടവരോട്, മാതാപിതാക്കളോട് അനുസ്മരണം പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ നമ്മുടെ ചങ്ങനാശ്ശേരി നിന്നുള്ള അതിന് കൂട്ടായ്മ രൂപപ്പെട്ടു വരികയാണ്. കൂട്ടായ്മയുടെയൊക്കെ വലിയ ഒരു പിന്തുണ നൽകുകയും അതിനെ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കുടുംബമാണ് കോളേജിലെയും താല്പര്യം കാണിക്കുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. കുട്ടിയോടെ ഓർക്കുന്നു. ഈ അവസരത്തിൽ സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഒക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ആ സഭാസ്നേഹവും ദൈവവിശ്വാസവും ഒക്കെ വളരെ ഏറെ ശ്ലാഘനീയമാണ്. അതെല്ലാം ദൈവം തീർച്ചയായിട്ടും പ്രതിഫലം നൽകും എന്നതിൽ സംശയമില്ല. അങ്ങനെ ഈ കുഞ്ഞും ദൈവസന്നിധിയിൽ കരുത്തുള്ള ഒരു മധ്യസ്ഥയായിട്ട് ഈ കുഞ്ഞ് അവിടെ കർത്താവിന്റെ ദൈവത്തോടൊപ്പം ജീവിക്കുന്നു. അതാണ് നമ്മൾ പൂർണ്ണമായ ജീവിതത്തിൽ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തിനോടൊപ്പം സമർപ്പിക്കുക. ആ ദുഃഖത്തെ നമുക്ക് പ്രബലങ്ങളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ കണ്ണീർക്കുള്ളുകളെ പ്രബല എത്തുകളായിട്ട് മാറ്റിയെടുക്കുവാൻ സാധിക്കും. അത് ആ വേദനയും സംഘവും ഒക്കെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ വിലപ്പെട്ട മുത്തുകളാണ് എന്നുള്ള കാര്യം ഓർക്കുക. പലപ്പോഴും ദൈവം അങ്ങനെ പലരെയും ദൈവം ദുഃഖം നൽകിയിട്ടുള്ളതും ദൈവം നൽകുന്നതല്ല, പക്ഷെ അത് സംഭവിക്കുന്നതാണ്. ആ ദുഃഖങ്ങളൊക്കെ നന്മയ്ക്കായിട്ടാണ് ശ്രമിക്കുക. വേദനയിലൂടെ ഒത്തിരിയധികം നന്മ ദൈവം നമുക്ക് നൽകുകയാണ്. പലരെയും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്ഹാക്കിന് ദൈവം ബലിയായി അർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. അബ്രാഹാമിന് തയ്യാറായി. ഒരു വലിയ സമർപ്പണം ദൈവം ആവശ്യപ്പെടുകയായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ചില വേദനകൾ, സഹനങ്ങൾ, ത്യാഗങ്ങൾ ദൈവം ആവശ്യപ്പെടുന്നവരും അത് നമ്മളെ കൊണ്ട് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അബ്രാഹാം പുത്രനെ നൽകുവാൻ തയ്യാറായപ്പോൾ വളരെ വലിയ അനുഗ്രഹങ്ങളാണ് അബ്രാഹത്തിന് നൽകിയത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് ഒരു വലിയൊരു ത്യാഗം, സഹനം ദൈവം ആവശ്യപ്പെടുമ്പോൾ അത് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ദൈവം നമുക്ക് നൽകും എന്നതിന് സംശയമില്ല. ആ രീതിയിൽ ഈ സംഭവത്തെ കാണുവാൻ ഇടയാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, വത്സരപുത്രിയുടെ വേർപാട്